ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി ഫൺ സിറ്റി പാർക്ക്. വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനം തടയാൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശ്രമമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമ്മൽ സലീം. LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് LDF കൗൺസിലർമാർ നടത്തുന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിൽ ഒറ്റക്കെട്ടാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മുടെ ഈ ജില്ലാ ആശുപത്രിയുടെ വികസനവും ആ വികസനം മുന്നോട്ട് പോകാത്തതിന്റെ കാരണമൊക്കെ തന്നെ വളരെ വിശദമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. നിലമ്പൂർ ജില്ലാ ആശുപത്രി UDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകൾക്കോ അതിൽ HMCയിലോ അതല്ലാത്ത വേറെ അതുമായി ഇടപെട്ടിട്ടോ ഒരു ബാധ്യതയുമില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ട് നമുക്കറിയാം ഏകദേശം 4.5 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിനു മുമ്പത്തെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും നിയമസഭയും ഒക്കെ തന്നെ UDFന്റെ ഭരണകാലമായിരുന്നു എന്നും നമുക്കറിയാം. ഈ 9 വർഷക്കാലത്തോളമുള്ള പിണറായി സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലുള്ള പുരോഗമനം നമുക്ക് എല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും ഒക്കെ ചർച്ച ചെയ്ത കാര്യം. ലോകമാകെ ചർച്ച ചെയ്തതാണ് കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥയും കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തകരുടെ ഡെഡിക്കേഷൻ എന്ന് മാത്രമല്ല നമ്മുടെ സിസ്റ്റം. നമുക്കതെല്ലാം ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുന്നത് ലോകത്താകമാനം എല്ലാ നാട്ടുകാരെയും ലോകത്തെ ആകമാനം പേടിപ്പെടുത്തിയ കോവിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ 92 സെന്റ് സ്ഥലം ഏറ്റെടുത്ത ജില്ലാശുപത്രിയുടെ വികസനം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് നേതാവ് ആരടൻ ഷൌക്കത്ത് MLA ആയത്. ഇതോടെയാണ് ആശുപത്രി വികസനം തടയുന്നതിന് MLAയുടെ നേതൃത്വത്തിൽ കരുനീക്കം നടക്കുന്നത്. നഗരസഭയിൽ സ്കൂളിന്റെ സ്ഥലം ആശുപത്രി വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിൽ പ്രതിഷേധിച്ച വിയോജനക്കുറിപ്പ് എഴുതിയവരാണ് കോൺഗ്രസിലെ 9 അംഗങ്ങളെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. കോൺഗ്രസിന്റെയും MLAയുടെയും നിലപാടുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിന്റെ തുടക്കമാണിതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിൽ മുമ്മുള്ളിൽ മാത്രമാണ് അർബൻ സബ് സെന്റർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4 അർബൻ സെന്ററുകളുണ്ട്. നിലമ്പൂർ ജില്ലാശുപത്രി ഇന്ന് സാധാരണക്കാരുടെ ആശ്രയമായി മാറിയത് ഇടത് സർക്കാരിന്റെ പ്രവർത്തന ഫലമായാണ്. ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണവും ജീവനക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവും പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM ബഷീർ അധ്യക്ഷത വഹിച്ചു. MLAയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടിയാണ് നിലമ്പൂർ ജില്ലാശുപത്രിയുടെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നതെന്നും PM ബഷീർ പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കക്കാടൻ റഹീം, സ്കറിയാക്ന തോപ്പിൽ, UK ബിന്ദു, ഷൈജിമോൾ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ഷെരീഫ, CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, ഏരിയ സെക്രട്ടറി K മോഹൻ എന്നിവർ സംസാരിച്ചു. LDF പ്രവർത്തകർക്ക് അഭിവാദ്യമർപ്പിച്ച പ്രകടനവും നടത്തി. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.